സർ, കുറച്ചാൾ മുമ്പ് നമുക്കറിയാം PC ജോർജിൻ്റെ ചില പ്രസംഗങ്ങളൊക്കെ ഭയങ്കര വിവാദമാവുകയും അത് വിദ്വേഷ പ്രസംഗമായിട്ടൊക്കെ കരുതി നിരവധി കേസുകളിലാണ് PC ജോർജിനെ പെടുത്തിയത്. ഇപ്പോൾ അത്തരത്തിൽ വെള്ളാപ്പള്ളിയും ഇങ്ങനെ ഇത്തരത്തിലുള്ള പ്രസംഗങ്ങളൊക്കെ നടത്തുന്നുണ്ട്. ഞാൻ ചോദിച്ചത്, വെള്ളാപ്പള്ളിയെ ഇതുപോലെ അകത്താക്കാൻ സാധ്യതയുണ്ടോ? അല്ല, വെള്ളാപ്പള്ളിയെ എന്തിനാ അകത്താക്കുന്നത്? വെള്ളാപ്പള്ളി മുമ്പൊരിക്കൽ ഒരു നായർ മുതൽ അല്ലേ ആ അദ്ദേഹം പറഞ്ഞു വെച്ച കാര്യമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു ജനമുന്നേറ്റ യാത്ര നടത്തി. അത് ആലുവയിലെത്തി കഴിഞ്ഞപ്പോൾ അവിടെ വെച്ച് നടത്തിയ ഒരു പ്രസംഗത്തിൽ ഇദ്ദേഹത്തെ കുരുക്കാനായിട്ട് നോക്കുകയുണ്ടായി. അപ്പം ഇവിടെ അദ്ദേഹം എന്താ പറയുന്നത്? അദ്ദേഹം കൃത്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. മുസ്ലിം ലീഗിന് അല്ലെ സമസ്തയുടെയൊക്കെ കാര്യവുമായി ബന്ധപ്പെട്ട് സർക്കാർ അവർക്ക് മുട്ടുമടങ്ങി അല്ലെ അവർക്ക് വേണ്ടിയിട്ടുള്ള നിയമങ്ങൾ മാറ്റുന്നു എന്നുള്ള കാര്യത്തിൽ അദ്ദേഹം കറക്റ്റായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. വോട്ട് നേടുക എന്നുള്ള ലക്ഷ്യത്തിൽ ആരും എന്തും പറയുന്നത് കേൾക്കുന്നതാണോ പാർട്ടി? അല്ല, അദ്ദേഹം തന്നെ പറയുന്നുള്ളൂ, ഞാൻ മുസ്ലിം വിരോധി എന്നല്ല, ഉള്ള കാര്യം പറഞ്ഞിരിക്കുന്നു. വാർഡ് വിഭജനം വന്നപ്പോൾ മറ്റുള്ളടത്തെ വാർഡ് കുറഞ്ഞു, മലപ്പുറത്തെ വാർഡുകൾ കൂടി. അത് ഫാക്റ്റായിട്ടുള്ള കാര്യങ്ങളല്ലേ, അത് ആർക്കും നിഷേധിക്കാൻ പറ്റത്തില്ലല്ലോ. അത് പറയാനുള്ള ചങ്കൂറ്റം വെള്ളാപ്പള്ളി കാണിച്ചു എന്നുള്ളതാണ്. അതിനകത്ത് അദ്ദേഹത്തെ ഇപ്പോൾ കുരിശിലേറ്റേണ്ട കാര്യമില്ല. പിന്നെ മറ്റൊരു കാര്യം പറഞ്ഞത്, ആര് ഭരിച്ചാലും, ഇടത് ഭരിച്ചാലും വലത് ഭരിച്ചാലും എന്ത് കാര്യങ്ങളും നിയമം നടപ്പിലാക്കണമെന്നുണ്ടെങ്കിൽ ഉടനെ ആദ്യം മലപ്പുറത്ത് പോയി ചോദിക്കും ഇതെന്താണ്. ഇപ്പോൾ തന്നെ പ്രധാനം സ്കൂൾ സമയമാറ്റത്തിൻ്റെ കാര്യത്തിൽ കാന്തപുരവും സമസ്തയുടെയും ഒക്കെ ഇടപെടലാണ്. അതെല്ലാം എല്ലാത്തിനും അവിടേക്ക് തന്നെ പോവുക. ഇത് എനിക്കിതിനകത്ത് ഇപ്പോൾ VD സതീശൻ പറയുന്നുണ്ട്, പ്രസ്താവനകൾക്ക് പിന്നിൽ, ഈ വെള്ളാപ്പള്ളിയുടെ പ്രസ്താവനകൾക്കൊക്കെ പിന്നിൽ നമ്മുടെ മുഖ്യമന്ത്രി ഉണ്ട് എന്നുള്ളതാണ്. അത് ശരിയാണ്, ആ സംശയം അസ്ഥാനത്തൊന്നുമല്ല, കൃത്യമായ കാര്യമാണ്. കാരണം മുൻപും ഇതുപോലെ ഇത്തരത്തിൽ മലപ്പുറത്തിനെതിരായിട്ടൊരു പ്രസ്താവന നടത്തിക്കഴിഞ്ഞ് നാളുകൾ പിന്നിടുന്നതിന് മുമ്പായിട്ട് തന്നെ വെള്ളാപ്പള്ളിക്ക് നൽകിയ സ്വീകരണത്തിൽ മുഖ്യമന്ത്രി പങ്കെടുക്കുന്നു. അദ്ദേഹം ഈ SNDPയുടെ അമരത്ത് വന്നതിൻ്റെ 30 വർഷം ആഘോഷിക്കുകയാണ്. അദ്ദേഹത്തെ വാനോളം വാഴ്ത്തുകയോ ഒക്കെ ചെയ്യുന്നുണ്ട്. അതെ, അത് തന്നെയാണ് ഞാൻ ചോദിക്കുന്നത്. ഈ അങ്ങോട്ടും ഇങ്ങോട്ടും വാഴ്ത്തിയ ആൾക്കാർ പെട്ടെന്നാണ് വെള്ളാപ്പള്ളി സർക്കാരിനെതിരെയും പരാമർശങ്ങൾ നടത്തുന്നത്. ഇതിനകത്ത് ഈ മുസ്ലിം വോട്ടുകൾ മുഴുവൻ ഭിന്നിപ്പിക്കുക എന്നുള്ള ലക്ഷ്യമുണ്ട്. ഇതിന് പിന്നിൽ പിണറായിയുടെ വലിയ ചാണക്യ തന്ത്രം തന്നെ ഉണ്ടെന്നുള്ളതാണ്. അതിന് വെള്ളാപ്പള്ളിയെ നിർത്തി കളിപ്പിക്കുന്നു എന്നുള്ളതാണ്. അല്ല, വെള്ളാപ്പള്ളി കളിക്കുകയല്ല, വെള്ളാപ്പള്ളിക്ക് അറിയാം, പറയേണ്ട രീതിയിൽ അതങ്ങ് പറയും എന്നുള്ളതാണ്. ഇപ്പോൾ ഇത് വെള്ളാപ്പള്ളി ഇത് പറയുമ്പം ചിലർ പറയും, വെള്ളാപ്പള്ളിയല്ലേ ഇന്ന് രാവിലെ പറഞ്ഞു, നാളെ വൈകുന്നേരം ആകുമ്പോൾ അതങ്ങ് മാറ്റി പറയും എന്നുള്ളതാണ്. പക്ഷേ കഴിഞ്ഞ ദിവസത്തെ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ എല്ലാവരും അംഗീകരിച്ചു, മറ്റ് സമുദായമൊക്കെ അംഗീകരിച്ചു. സ്കൂൾ സമയം മാറ്റുന്നതിനകത്തും അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങളിലും ഒക്കെ മലപ്പുറത്ത് പോയി ചോദിക്കുക എന്ന് പറഞ്ഞാൽ, ഇത് മുൻകാലങ്ങളിൽ വലതുപക്ഷം ഉണ്ടാക്കി വെച്ച UDFൻ്റെ ഭരണകാലത്ത്, ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ഉണ്ടായൊരു കാര്യമാണ്. ഇവർക്ക് ഈ അമിത പ്രീണനം കൊടുത്തു. ഇവർ കോൺഗ്രസിൻ്റെ തോളിൽ കയറിയിരുന്ന് ചെവി കടിച്ചു പറിക്കാൻ തുടങ്ങി. ഒരു മുസ്ലിം വിഭാഗത്തിനെതിരെ പറയുമ്പോൾ നായർ മുതൽ നസ്രാണി, നായരും നസ്രാണിയും എല്ലാം ഒത്തൊരുമിക്കേണ്ടുന്ന സന്ദർഭമാണെന്ന് വെള്ളാപ്പള്ളി പറയുമ്പോൾ ഒരു വിഭാഗത്തിനെതിരെയായിട്ട് ഉന്നയിക്കുകയല്ലേ ചെയ്യുന്നത്. അത് വലിയൊരു വിഷയത്തിലേക്ക് പോകാൻ സാധ്യതയില്ല. ഇപ്പോൾ പിണറായിയുമായിട്ട് ഒത്തുകളിക്കേണ്ട കാര്യമില്ല. ഇത് വെള്ളാപ്പള്ളി പറഞ്ഞത് കുറച്ചൊക്കെ ശരിയുണ്ട് അല്ലേ? മുമ്പ് ഇദ്ദേഹം നടത്തിയ ജനമുന്നേറ്റ യാത്രയൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ BDJS രൂപം കൊള്ളുന്നത്. BDJS രൂപം കൊണ്ട് അത് NDAയോടൊപ്പം നിൽക്കുന്നു. ആ BDJS പല മണ്ഡലങ്ങളിലും വലിയ സ്വാധീനമുണ്ട്. നാട്ടിക, അതുപോലെ തന്നെ കൊടുങ്ങല്ലൂർ, പറവൂർ, ഇങ്ങനെ കുട്ടനാട്, ഇങ്ങനെയുള്ള കുറേ ഇടങ്ങളിൽ BDJSന് വലിയ സ്വാധീനമുണ്ട്. ആ സ്വാധീനം അവർ വലിയ വോട്ട് വിഹിതം വർദ്ധിപ്പിച്ചപ്പോൾ ഇത് ആരുടെ വോട്ടാണ് പോയത്? UDFൻ്റെ വോട്ടാണ് പോയത്. UDFന് പലയിടത്തും തോൽവി സംഭവിച്ചത് BDJS അല്ലെങ്കിൽ NDA മുന്നണി അവിടെ വോട്ട് പിടിച്ച അവസരത്തിലാണ്.
അപ്പോൾ ഈ പ്രസ്താവനയുടെ പിന്നിൽ നമുക്കിങ്ങനെയൊക്കെ നമുക്ക് ചില കാര്യങ്ങൾ കൂട്ടി വായിക്കേണ്ടി വരും. ഈ മുസ്ലിം ലീഗ് അല്ലെങ്കിൽ മുസ്ലിം വിഭാഗം വലിയ ബാർഗെയിനിങ് നടത്തുന്നുണ്ട് ഈ UDF ഇരിക്കുന്ന സമയത്ത്. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് 5-ാം മന്ത്രി കൊടുത്തു. ഇനിയിപ്പോൾ UDF അധികാരത്തിൽ വരുമ്പോൾ 5-ാം മന്ത്രിയല്ല, 6-ാം മന്ത്രിയുമല്ല, ഉപമുഖ്യമന്ത്രി സ്ഥാനം. എന്തിന്? അവർ മുഖ്യമന്ത്രി സ്ഥാനം വരെ നോട്ടമിടുന്നവരാണ്. അവർ ആവശ്യം ഉന്നയിച്ച് കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ അവരെന്തെങ്കിലുമൊക്കെ കളി കളിക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ കളിപ്പിക്കുന്നതിന് വേണ്ടി കൂടി തന്നെയാണ് പിണറായി വിജയൻ ഇത്തരത്തിൽ നീങ്ങുന്നത്. ഇപ്പോൾ പ്രസ്താവനകൾക്ക് പിന്നിൽ മുഖ്യമന്ത്രിയാണെന്ന് VD സതീശൻ എടുത്തു പറഞ്ഞിരിക്കുകയാണ്. അതിനകത്ത് കാര്യമുണ്ട്. പക്ഷേ ഇപ്പോൾ വെള്ളാപ്പള്ളി പറഞ്ഞതിലും കാര്യമില്ലേ എന്ന് ചോദിക്കാം. കാര്യമുണ്ട്. എന്തിനും ഏതിനും മുസ്ലിം സമുദായത്തിനോടുള്ള ഈ അമിത പ്രീണനം കാരണമാണ് ഈ മറ്റ് സമുദായങ്ങൾ പലതും UDF നിന്ന് അകന്നു തുടങ്ങിയത്. നമ്മുടെ പെരുന്നയിലെ പോപ്പൊക്കെ ഇക്കാര്യത്തിൽ വളരെ ചോദ്യം ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ക്രൈസ്തവ വിഭാഗം വലിയ തോതിൽ അകന്നു എന്നുള്ളതാണ്. ഈ ക്രൈസ്തവ വിഭാഗം ഇപ്പോൾ തന്നെ BJPയോടൊപ്പം അടുത്ത് നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെ വരുന്നതൊക്കെ ഈ കേരള രാഷ്ട്രീയത്തിനകത്ത് വലിയ മാറ്റം ഉണ്ടാക്കുമെന്നുള്ളതാണ്. എന്തായാലും 2026 കേരള രാഷ്ട്രീയത്തിനകത്ത് ഈ വെള്ളാപ്പള്ളി ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ കൂട്ടിച്ചേർത്ത് കൊണ്ടുവരാവുന്നതാണ്. അദ്ദേഹം എന്താണ് പറഞ്ഞത്? ഞാൻ പറയുന്നുണ്ട്, മുസ്ലിം വിരോധിയല്ല, സത്യം തുറന്നു പറയും. ശരിയാണ്, സത്യമാണ് ഈ പറഞ്ഞിട്ടുള്ളത്. ശിവൻകുട്ടി എടുത്ത ഒരു തീരുമാനം, വിദ്യാഭ്യാസ മന്ത്രി, ഇത് സമസ്തയുടെ അല്ലെങ്കിൽ കാന്തപുരം പറയുന്നത് കേട്ട് ആ തീരുമാനത്തിനകത്ത് വിറങ്ങലിച്ച് നിൽക്കുക എന്ന് പറഞ്ഞാൽ, അപ്പോൾ എല്ലാ കാര്യത്തിനകത്തും നിങ്ങൾ മലപ്പുറത്ത് പോയി അല്ലെങ്കിൽ പാണക്കാട്ട് തങ്ങളുടെ തിണ്ണനിറങ്ങി അവിടുന്ന് അനുമതി വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് വേണോ ഇത് നടപ്പിലാക്കാൻ? കേരളം ഭരിക്കുന്നത് ഇവരാണോ? മുസ്ലിമാണോ? അത് വെള്ളാപ്പള്ളി ഇത് ഇത്രയും കാര്യങ്ങൾ തുറന്നു പറഞ്ഞപ്പോൾ മതവിദ്വേഷം, മുസ്ലിം വിരോധി ഇദ്ദേഹം തന്നെ വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. SN ട്രസ്റ്റിൻ്റെ കോളേജുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ഇദ്ദേഹത്തിൻ്റെ SN ട്രസ്റ്റിൻ്റെ കാര്യങ്ങൾ മുഴുവൻ കൈകാര്യം ചെയ്യുന്ന മലപ്പുറം സ്വദേശി റഹീമാണ്. അപ്പോൾ അവിടെ ഒരു സമ്മേളനത്തിൽ വെച്ചാണ് അദ്ദേഹം ഇത് പറഞ്ഞത്. സദസ്സിലിരുന്ന റഹീമിനെ പരിചയപ്പെടുത്തിയാണ് വെള്ളാപ്പള്ളി തൻ്റെ നിലപാടുകൾ വ്യക്തമാക്കിയത്. SN ട്രസ്റ്റിൻ്റെ കീഴിൽ ഈ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് ഈ മലബാർ സ്വദേശി അല്ലാതെ SNDP വിഭാഗത്തിൽ നിന്ന് ഇദ്ദേഹത്തിന് ഒരാളെ കിട്ടത്തില്ലായിരുന്നു. അതാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഞാനപ്പോൾ മുസ്ലിം വിരോധിയാണോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹം പറയുന്നത് താൻ മുസ്ലിം വിരോധി അല്ലെന്നും എത്ര അധിക്ഷേപിച്ചാലും സത്യം തുറന്നു പറയുമെന്നും. അതാണ് ഇപ്പം നോക്കിക്കോ, 2026 UDF അധികാരത്തിൽ വരട്ടെ. ഇവിടെ മുസ്ലിം ലീഗിൻ്റെ ബാർഗെയിനിങ് നോക്കിക്കോണം. ഇപ്പോൾ ഈ UDF എങ്ങനെയും അധികാരത്തിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി കിണഞ്ഞ് പരിശ്രമിക്കുന്നതിലെ പ്രധാന പങ്ക് വഹിക്കുന്നത് മുസ്ലിം ലീഗാണ്. അധികാരത്തിൽ വന്നു കഴിയുമ്പോൾ ഇപ്പം തന്നെ സീറ്റ് വിഭജനത്തിൽ വരുമ്പോൾ കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെടും. ഇപ്പം ചിലയിടത്തു നിന്നൊക്കെ മാറി കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികളെ നിർത്താനായിട്ടൊക്കെ സമ്മതിക്കുന്നുണ്ട്. ഇപ്പോൾ ഗുരുവായൂരിൽ ലീഗ് സീറ്റ് വെച്ചു മാറാൻ തയ്യാറാണ്. ഇതൊക്കെ എന്തിനാണ്? ഭരണത്തിലേക്ക് വരുമ്പോൾ ഇതെല്ലാം മുതലെടുക്കുമെന്നുള്ളതാണ്. അപ്പോഴും വെള്ളാപ്പള്ളിക്ക് പറയാൻ പലതും ഉണ്ടാകും. പക്ഷേ ഇതിനകത്ത് വെള്ളാപ്പള്ളി പിണറായി കാര്യങ്ങൾ ചില സൂത്രവാക്യങ്ങൾ നടന്നിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പാണ്.